വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. കഴിച്ചെല്ലാം കഴിഞ്ഞു. ഇത് വരും. എനിക്ക് ജിതിൻ്റെ പ്രസൻസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രമാത്രം എന്നെ ഹാപ്പി ആക്കുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. ആൾക്കാർ പല രീതിയിൽ വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ വീഴ്ചകൾ ഡിഫറെൻ്റ് ആണ്. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് എങ്കിൽ, നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, മൈ നെയിം ഇസ് ലിജി, യു ക്യാൻ കോൾ മീ ലിസ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് വാട്ട് ഐ വിൽ ബി ഡൂയിങ് on the weekend. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഐ ഗോട്ട് എൻ ഓഫ് ടുഡേ. നോർമലി 4th സാറ്റർഡേസ് ഞങ്ങൾക്ക് ഓഫാണ്, പക്ഷേ ലാസ്റ്റ് മന്തിലെ 4th സാറ്റർഡേ വർക്കിംഗ് ആയതുകൊണ്ട് ദിസ് മന്ത് ഈ ദിവസം ഞങ്ങൾക്ക് കോമ്പൻസേറ്ററി ഓഫായിട്ട് കിട്ടി. അപ്പം ഓഫ് ആണെങ്കിൽ പോലും ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു, ഇൻക്ലൂഡിങ് പേപ്പർ കറക്ഷൻ. പിള്ളേരുടെ എക്സാമൊക്കെ നടക്കുവാണല്ലോ ഇവിടെ ഇൻ ബഹ്റൈൻ. അപ്പോൾ പേപ്പർ കറക്ഷനും അതും ഇതും കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെയും കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ തിരക്കിലാണ്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ് യു ഗൈസ്. പിന്നെ വെരി ബിഗ് അപ്ഡേറ്റ് യു ഗൈസ്, ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ എന്നെ ഇത്രയും നാളും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ് ദാറ്റ് എനിക്കിതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനായിട്ട് എനിക്കിഷ്ടമല്ല. അപ്പം വളരെ റെയറായിട്ടായിരിക്കും നിങ്ങൾ എന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ നെയിൽ പെയിൻറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി, ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ അന്ന് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കയ്യിലൊന്നുമില്ല. പിന്നെ ഞാനത് എൻഗേജ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് നടത്തിയ ഒരു സംഭവമാണ്. സോ ഞാനും അതങ്ങ് വിട്ടു. വെഡിങ്ങിൻ്റെ അന്ന് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ വെഡിങ്ങിൻ്റെ അന്ന് രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് ഞാൻ ധൃതിക്ക് വെച്ച് അടിച്ചു. എന്താ പറയുന്നത്, നെയിൽ പെയിൻ്റ് എല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ ഈ ധൃതിക്കെല്ലാം അടിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഉണക്കാനായിട്ട് വെക്കണമല്ലോ. ഈ ഉണക്കാനായിട്ട് വെക്കാണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് പോകത്തില്ല. അതൊക്കെ ആയായിരുന്നു. ഞാൻ പിന്നെ പേടിച്ചു, എന്താ പറയുന്നത്, ക്ലോസപ്പൊക്കെ എടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും പ്രശ്നം വരുമോ, ലൈക്ക് അതൊക്കെ എടുത്ത് കാണുമോ എന്നൊക്കെ. പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാൻ ഓക്കെ ആവോ ഇല്ലേ, ലൈക്ക് ലാസ്റ്റ് മൊമെൻറ്റ് വരെ നീട്ടിക്കൊണ്ട് പോയി കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ പ്രയോറിറ്റി അല്ല. ആക്ച്വലി എനിക്കിഷ്ടമാണ്. എനിക്കിതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു തരുവാണെങ്കിൽ ഞാൻ ഇതൊക്കെ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഐ ഡോണ്ട് പ്രയോറിറ്റൈസ് ഓൾ ദീസ് തിങ്സ്. ഇതില്ലെങ്കിലും എനിക്ക് കഴിയാം, ആ രീതിയാണ്. അപ്പോൾ ഇന്ന് ആ കല്യാണത്തിന് ശേഷം ഞാൻ ഇന്നാണ് ഇടുന്നത്. ഇത് കണ്ടിട്ട് ഓക്കെ ഇട്ടേക്കാം, എത്ര നാളായി കൈ ഇങ്ങനെ കിടക്കുന്നു, പിന്നെ അങ്ങനെ ഇട്ടതാണ്. ആൻഡ് ദാറ്റ് ടു, ഈ നെയിൽ പെയിൻറ്റ് എനിക്ക് മേടിച്ച് തന്നതും ജിതിനാണ്. ലാസ്റ്റ് ഇയർ എങ്ങാണ്ട് നാട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് നെയിൽ പെയിൻറ്റ് ഇപ്പം മേടിച്ചിട്ട് എനിക്കറിയത്തില്ല എത്ര. ജിതിനന്ന് മേടിച്ച് തന്ന 3-4 മേടിച്ചു. ഞാൻ ആക്ച്വലി മമ്മിക്ക് കൊടുത്തു. അതിനകത്തുനിന്ന് ഞാൻ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട 2 എടുത്തു. അങ്ങനെയൊക്കെ. സോ എനിവേ, വൺ മോർ തിങ്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഹൗ ഈസ് ലൈഫ് ആഫ്റ്റർ മൈ വെഡിങ്. ഗൈസ്, എന്നെ കാണുന്ന പലരും മാരീഡ് കപ്പിൾസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫും പോകുന്നത്. ദിസ് ഈസ് ആക്ച്വലി ആൻ അഡ്വെഞ്ചർ ആൻഡ് ദർ ആർ സെവറൽ ഹേർഡിൽസ്. പക്ഷേ അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ആസ് എ ടീം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. നമ്മൾ ബിൽഡ് ചെയ്ത് വരേണ്ടത്. ദറ്റ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ബട്ട് ദെൻ വി നീഡ് ടു ഫേസ് ഇറ്റ് ടുഗെദർ. ആ ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല ദിവസങ്ങളുണ്ട്, ചീത്ത ദിവസങ്ങളുണ്ട്, but then we have to always long for good days. We come from different backgrounds. അത് മനസ്സിലാക്കി രണ്ടുപേരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുക. That's the only thing we're supposed to do. We can do, but sometimes we struggle ഡൂയിങ് ദാറ്റ്. ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഞങ്ങൾ മാത്രമല്ല, ഇത് കാണുന്ന പലരും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. ആൻഡ് ദാറ്റ്സ് പാർട്ട് ഓഫ് റിലേഷൻഷിപ്സ് ഗൈസ്. ആൻഡ്
ഇങ്ങനത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ ചില സമയത്ത് രസം ഉള്ളൂ. സോ വി ആർ ആക്ച്വലി ഗോയിങ് ത്രൂ ഓൾ ഓഫ് ഇറ്റ്, വി ആർ എൻജോയിങ്, വി ആർ ഫേസിങ് ഇറ്റ് ടുഗെദർ. വൺ മെയിൻ തിങ്, എനിക്ക് ജിതിൻ്റെ പ്രസൻസ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമാത്രം എന്നെ ഹാപ്പി ആക്കുന്നു. ദിസ് കൈൻഡ് ഓഫ് റിലീഫ്, ഞാൻ തന്നെ താമസിച്ച സമയത്ത് ഐ എം കൈൻഡ് ഓഫ് എൻ ഇമോഷണലി ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ. എനിക്കതുകൊണ്ട് ഞാൻ വഴക്കുണ്ടായാൽ തന്നെ ജിതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ, ഞാൻ ദേഷ്യപ്പെട്ടാൽ തന്നെ ജിതിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടോ, എനിക്ക് മനസ്സിനുള്ളിൽ ഒരു റിലീഫാണ്. ഐ ആം ഹാപ്പി വിത്ത് ഹിം. എങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ദേഷ്യപ്പെട്ടാലും ഐ ആം ഹാപ്പി വിത്ത് ഹിം. Anyway, so leave all of that for now. This video is not about that, and I am not good at advising you on relationships, but പറഞ്ഞു എന്നേ ഉള്ളൂ, ബിക്കോസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. എനിവേ, സോ ഈ വീക്കെൻഡിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ചെറിയ ഗ്ലിംസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നു. സോ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. എക്സാമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓരോ ബണ്ടിലായിട്ട് ഇങ്ങനെ കിട്ടും. ആ കിട്ടുന്ന ബണ്ടിൽസ് എല്ലാം നമ്മൾ മേടിച്ച് കറക്റ്റ് ചെയ്യണം. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബണ്ടിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, ഓരോ ബണ്ടിലും ഇങ്ങനെ എടുത്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ പേപ്പേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത് ടീച്ചേഴ്സിനോട് എനിക്ക് പ്രത്യേക ഒരു റെസ്പെക്റ്റ് തോന്നി. ഞാനൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ആകെ ഉള്ളത് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷും കൂടെ ആയിരുന്നു. എന്നിട്ട് പോലും ഇംഗ്ലീഷിന് തന്നെ ചില സമയത്ത് നമ്മുടെ ഈ പിള്ളേരുടെ സ്ലാങ്ങിലൊക്കെ പറയുമ്പോൾ ഗ്യാസ് അടിച്ചു വിടുമായിരുന്നു, ചില ചോദ്യങ്ങളൊക്കെ അറിയാത്തതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം അങ്ങനത്തെയൊക്കെ സമയങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യപ്പം ആലോചിച്ചങ്ങ് പോയി. ആ സമയത്ത് എൻ്റെ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്തവരോട് എനിക്ക് നന്ദി മാത്രം. എനിക്ക് മാർക്കിട്ട് തന്ന എല്ലാ ടീച്ചേഴ്സിനും എനിക്ക് നന്ദി മാത്രം. ഇടയ്ക്ക് ഞാനൊന്ന് വീണില്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് സ്റ്റെപ്പ് ചെയ്യുന്നൊന്ന് സ്ലിപ്പായിരുന്നു. സ്ലിപ്പാവുന്ന ഞാൻ പല രീതിയിലുള്ള സ്ലിപ്പുകൾ കണ്ടിട്ടുണ്ട്. ഞാനിതെങ്ങനെയൊക്കെയാണ് ഈ സ്ലിപ്പാവുന്നത്, വീഴുന്നതെന്നൊക്കെ ചില സമയത്ത് ഞാൻ തന്നെ അങ്ങ് ആലോചിച്ച് പോകാറുണ്ട്. ഈ നടുക്കത്തെ അല്ലല്ലോ, രണ്ടാമത്തെ വിരലില്ലേ, രണ്ടാമത്തെ വിരൽ രണ്ട് സാധാരണ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് ചരിയും അങ്ങോട്ട് ചരിയും. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണ് ഇങ്ങനെ വീണത് എൻ്റെ വിരലുകൾ തിരിഞ്ഞു പോയി, ചെരുപ്പിൻ്റെ അടിയിലോട്ട് ഈ രീതിയിൽ പോയി. അപ്പം അങ്ങനെ പോയപ്പോഴത്തേനും ഈ വിരലിൻ്റെ ഈ ഭാഗം ഫുള്ള് എന്തായി, തൊലിയെല്ലാം പോയി. അതുപോലെ തന്നെ അതിൻ്റെ മണ്ടഭാഗത്ത് എന്തോ ചെറിയ രീതിയിലുള്ള ചുമപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ആൾക്കാർ പല രീതിയിൽ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ വീഴ്ചകൾ ഡിഫറെൻ്റ് ആണ്. എനിവേ, ഇതാണ് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണും. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ ലഞ്ച്. ഇതിനകത്ത് കുറച്ച് എന്താ പറയുന്നത്, സാലഡും കൂടെ ഒന്ന് ഇടട്ടെ. സോ ഇപ്പോഴാണത് കംപ്ലീറ്റ് ആയത് വിത്ത് സാലഡ് ആൻഡ് നമ്മുടെ നാരങ്ങ അച്ചാർ. നല്ല അടിപൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിച്ചു നോക്കിയില്ല, പക്ഷേ ഇവിടുന്ന് ഇത് കടന്തേരി എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് മേടിച്ചാണ്. ഓക്കെ, സോ നോർമലി ഞാൻ അവിടുന്ന് കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് ഇവിടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. മസാല വെച്ച് ഇളക്കി സാലഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല, ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അടിപൊളി. ഞാനൊരു സമയത്ത് എല്ലാം നിർത്തിയതാ, ചിക്കൻ മീറ്റ് എല്ലാം നിർത്തിയതാ. വീട്ടിലായിരുന്നപ്പോൾ അമ്മ അപ്പം അതിനനുസരിച്ച് എനിക്ക് കുക്ക് ചെയ്ത് തരുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ബട്ട് ദെൻ ഞാൻ പിന്നെ ബഹ്റിനിലോട്ട് വരേണ്ടി വന്നു. തന്നെ കഴിയാനായിട്ട് തുടങ്ങിയപ്പോൾ എല്ലാം
തന്നെ കുക്ക് ചെയ്യണം, തന്നെ ചെയ്യണം. അപ്പം ഞാൻ ശരിക്കും ഫോളോ ചെയ്തുകൊണ്ടിരുന്ന എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെയിറ്റ് കുറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ 6-7 കിലോസ് ഒരുമിച്ച് എൻ്റെ കുറഞ്ഞ് ഞാനങ്ങ് എല്ലും കോലായിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായി, മോനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഒന്നെങ്കിൽ നീ പ്രോപ്പർലി എല്ലാം കുക്ക് ചെയ്ത് കഴിക്കും, ഇല്ലെങ്കിൽ ഈ എളുപ്പ വഴി. ബൈ ടാറ്റാ. ആന്റി ആട്ടാന്ന് പറയുന്നത്. ആട്ട വെച്ച് ആന്റി ടാറ്റയാ പറഞ്ഞെന്ന് പിള്ളേർക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ, ഇന്ന് നടന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഹായ്, അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഫ്രൈഡേ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. ഞാൻ ഫുള്ളി കട്ടിലയിൽ മാത്രമായിട്ടായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ്റർഡേ കാണിക്കാമെന്ന്. സാറ്റർഡേ ഇവിടെ എന്താ ചെയ്യുന്നത് അത് കാണിക്കാമെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ അടുക്കളയിലാണ്. അടുക്കളയിൽ ഫുഡ് തയ്യാറാവുകയാണ്. അപ്പോൾ മജ്ബൂസാണ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ച മജ്ബൂസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കത്തേന് എനിക്കായി. അപ്പം ഞാനത് കഴിച്ചതിന് ശേഷം കുറച്ചൊന്നും നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകിട്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനൊന്നും ആയിട്ടില്ല, നമുക്ക് നോക്കാൻ എന്ത് ചെയ്യാമെന്ന്. റെഡിയായി, അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. കണ്ടിട്ട് പേടിക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് മാത്രം. അല്ലാണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല. സോ മോരും, അതുപോലെ തന്നെ മോരെന്ന് പറയുമ്പോഴത്തേനും എന്തോ തന്നെ പറയുന്നത്, തൈര് ഉടച്ചിട്ട് അതിനകത്ത് ജീരകവും ഉപ്പും തൽക്കാലം അത്രയും മതി, പിന്നെ മജ്ബൂസും. യെസ്, ഞാനിപ്പോൾ സത്യം പറഞ്ഞ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. മജ്ബൂസ് കഴിക്കുവാണ്. മജ്ബൂസ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ട്. എനിക്കിഷ്ടപ്പെട്ടു. മജ്ബൂസ് മന്തിയും കൂടെയാണ്, മന്തി റൈസും കൂടെയാണ് കഴിഞ്ഞ ദിവസം ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ മന്തി റൈസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മജ്ബൂസ് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, മജ്ബൂസ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മന്തി റൈസാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വൈകിട്ട് വന്നപ്പോൾ ജിതിൻ മുളക് ബജിയും ചായയും, ശരിക്കും ഇത് ഇവിടുത്തെ കറക്കെന്ന് പറയുന്നതാണ്, അത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോസേജ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനിലാണ്. സോസേജ് ഫ്രൈ ചെയ്യുക. അപ്പോൾ അതിനായിട്ടുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ കുറച്ച് നേരം ഇനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പോവാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളിവിടെ ചോറും റെഡിയാക്കിയിട്ടുണ്ട്, വെള്ളം തിളപ്പിച്ചു. യെസ്, സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. കഴിച്ചെല്ലാം കഴിഞ്ഞു. ഇത് വരും, ഞാൻ എടുത്തിടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ജിതിന് കുറച്ച് ചുമയാണ്, വയ്യ തീരെ. അപ്പോൾ ഞങ്ങൾ കഴിച്ചെല്ലാം കഴിഞ്ഞു. കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോവുകയാണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.